മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് അതിൻ്റെ ഈ ഫ്യൂൽ ഡോർ തുറക്കുന്നുണ്ടായില്ല. ഈ ബാക്കിലെ പെട്രോൾ അടിക്കുന്ന ഈ ക്യാപ്പ് ഓപ്പൺ അല്ലായിരുന്നു. അപ്പോൾ അത് ശരിക്കും കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ സീറ്റും കറക്റ്റായിട്ട് ലോക്ക് ആവുന്നുണ്ടായില്ല. അതും ഈ കേബിളുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ 2 കേബിളുകൾ നമുക്ക് മാറ്റി പുതിയത് ഇടണം. അതേപോലെ തന്നെ ഈ ക്യാച്ചറും കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്യാച്ചർ കൂടി മാറ്റി കഴിഞ്ഞാൽ സീറ്റിൻ്റെ കേസ് ഓക്കെ ആയിക്കോളും. പിന്നെ അതേപോലെ എൻജിൻ ഓയിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞായിരുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്റ്റിക്കിനകത്ത് അളവുണ്ടായില്ല. അപ്പോൾ വെറുതെ ഒന്ന് അഴിച്ചു നോക്കിയതാണ്. കാരണം എന്ന് വെച്ചാൽ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. 100 മില്ലി ഓയിലാണ് ആകെ ഉള്ളൂ കേട്ടോ. എൻജിനകത്ത് ആകെ കൂടി ഞാൻ ഊറ്റി നോക്കി. കാരണം അതിനകത്തേക്ക് എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആകെ 100 മില്ലി ഓയിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് ഇപ്പോൾ വരുമ്പോൾ ഞാൻ വണ്ടിക്ക് പുകയുണ്ടായി കാണില്ല. നിലവിൽ നമുക്ക് പുക കാണാൻ പറ്റില്ല. പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാൻ പോവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 700 മില്ലി ഓയിൽ കുറവായിട്ടാണ് വണ്ടി ഓടിക്കിട്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ 800 മില്ലിയിൽ ഓയിൽ ഒഴിക്കും. ഓയിൽ ഒഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഓയിൽ കയറി കത്തി പുക വരാൻ സാധ്യതയുണ്ട്. കാരണം സൈലൻസറിൽ കൂടെ നല്ല രീതിയിൽ പുക കാണിക്കാൻ സാധ്യതയുണ്ട്. കാരണം വരുമ്പോൾ ഓയിൽ പുക ഉണ്ടായില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, വരുമ്പോൾ പുക ഉണ്ടായില്ല. കാരണം പുക ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ ഓയിൽ വേണം. ആ ഓയിലില്ല. ഇപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് പുക കാണിക്കും. അപ്പോൾ കൂടുതലായിട്ട് പ്രശ്നം വരാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്തൊരു കംപ്ലയിൻറ്റ് വരാം. ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടിയാണ്. അതങ്ങോട്ട് കംഫർട്ടായിട്ട് നമുക്കിപ്പോൾ വർക്ക് ചെയ്താലും 100% പെർഫെക്റ്റ് ആവാത്തൊരു കേസാണത്. കാരണം എങ്ങനെ ചെയ്താലും കംപ്ലയിൻറ്റ് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ നോക്കിയിട്ട് ആലോചിച്ചിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഞാൻ ഓയിൽ മാറ്റുന്നുണ്ട്, ഫ്യൂൽ ഡോറിൻ്റെ കേബിൾ മാറുന്നുണ്ട്, സീറ്റിൻ്റെ കേബിൾ മാറുന്നുണ്ട്. ഈ 3 കേസാണ് നമുക്ക് മെയിനായിട്ട് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ മറ്റേ സീറ്റിൻ്റെ ക്യാച്ചറും മാറ്റിയിടുന്നുണ്ട്. ഫ്രണ്ട് ടയർ വെട്ടിത്തേണ്ട ഒരു കംപ്ലയിൻറ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളത് നോക്കുമ്പോൾ അത് ടയറുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് തന്നെയാണ്. അതായത് 1 സൈഡ് തേയ്മാനം വന്നു പോയിട്ടുണ്ട്. നമ്മൾ ഫോർക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. അതൊക്കെ വർക്കിംഗ് ഒക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഈ ടയർ ഏറെക്കുറെ 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട്. അതിന് ശേഷമാണ് വെട്ടി തേഞ്ഞാൽ. പക്ഷേ ഇത് സാപ്പർ മോഡൽ ടയർ ആയതുകൊണ്ട് നമുക്ക് സൈഡ് മറച്ച് നിറയ്ക്കലൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ തന്നെ ഉപയോഗിച്ച് കഴിഞ്ഞ് മാക്സിമം ഓടി കഴിഞ്ഞ് കഴിയുമ്പോൾ മാറ്റി പുതിയതിടാം. അതാണ് നമുക്ക് ചെയ്യാൻ പറ്റാതെ കേട്ടോ. ബാക്കിത്തെ ഞാൻ വർക്ക് ഈ പറഞ്ഞ രീതിയുടെ എസ്റ്റിമേറ്റിൽ വർക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട്. വർക്ക് കംപ്ലീറ്റ് ആക്കി വിളിച്ചോളാം.